ജുഡീഷ്യറിയിലെ അഴിമതിയെക്കുറിച്ച് പറയുന്ന പാഠഭാഗവുമായി NCERT പാഠപുസ്തകം. കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ 8ാം ക്ലാസ് പാഠപുസ്തകത്തിലാണ് ജുഡീഷ്യറിയിലെ അഴിമതിയെക്കുറിച്ച് പരാമർശങ്ങളുള്ളത്. നമ്മുടെ സമൂഹത്തിൽ നീതിന്യായ വ്യവസ്ഥയുടെ പങ്ക് എന്ന പാഠഭാഗത്താണ് അഴിമതിയാണ് നീതി നിർവഹണത്തിന് പ്രധാന വെല്ലുവിളിയെന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. സുപ്രീം കോടതിയിൽ 81,000 കേസുകൾ ഇനിയും കെട്ടിക്കിടക്കുകയാണെന്നും ഹൈക്കോടതികളിൽ ആകെ 6.24 ദശലക്ഷം കേസുകൾ വിചാരണയ്ക്കായി കാത്തിരിക്കുകയാണെന്നും പാഠഭാഗത്ത് പറയുന്നു. ജില്ലാ സബോർഡിനേറ്റ് കോടതികളിൽ 47 ദശലക്ഷം കേസുകൾ തീർപ്പ് കൽപ്പിച്ചിട്ടില്ലെന്നും പാഠഭാഗത്ത് പരാമർശമുണ്ട്. സങ്കീർണമായ നിയമ നടപടിക്രമങ്ങൾ, കോടതികളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത എന്നിവയ്ക്കൊപ്പം ജഡ്ജിമാരുടെ കുറവും കാലതാമസത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ജഡ്ജിമാർ പ്രൊഫഷണൽ വ്യക്തിഗത പെരുമാറ്റച്ചട്ടം പാലിക്കണം. നീതിന്യായ സംവിധാനത്തിൽ തന്നെ ഇത് പരിശോധിക്കാൻ സംവിധാനങ്ങൾ രൂപീകരിക്കണം. വിഷയത്തിൽ സെൻട്രലൈസ്ഡ് പബ്ലിക് ഗ്രീവൻസ് റീഅഡ്രസ്സിംഗ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം വഴി പൗരന്മാർക്ക് പരാതി നൽകാനാവുമെന്നും പാഠത്തിൽ പറയുന്നുണ്ട്. 2017 2021 ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് 1600-ലധികം പരാതികൾ പരാതി പരിഹാര സംവിധാനം വഴി ലഭിച്ചതായി പാഠപുസ്തകം പറയുന്നു. കോടതികളുടെ പ്രവർത്തനത്തെക്കുറിച്ചും സംവിധാനങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്നതിനോടൊപ്പമാണ് അഴിമതിയടക്കം വിഷയങ്ങൾ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. അഴിമതിയും ദുരാചാരവും പൊതുജന വിശ്വാസത്തെ ദോഷകരമായി ബാധിക്കുന്നുവെന്ന മുൻ ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ പരാമർശവും പാഠഭാഗത്ത് ഉദ്ധരിക്കുന്നുണ്ട്. നിയമനവും അധികാരവും അടക്കം വിഷയങ്ങളിൽ സർക്കാരും കോടതിയും തമ്മിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുകയാണ് പാഠപുസ്തകത്തിൽ ഈ വിഷയം പ്രത്യക്ഷപ്പെടുന്നത്.